السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ പറയാറുണ്ട്, പല വിഷമങ്ങളും പറയാറുണ്ട്. പലരും സാമ്പത്തികമാകുന്ന ബുദ്ധിമുട്ടാണ് പറയാറ്. എന്നാൽ നമുക്ക് സമ്പത്ത് വർദ്ധിക്കാൻ നമ്മൾ പതിവാക്കിയാൽ, ഞാൻ പറയാൻ പോകുന്ന തസ്ബീഹ് അത് പതിവാക്കിയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഐശ്വര്യമുണ്ടാകും, സമ്പത്ത് വർദ്ധിക്കും, സമ്പത്ത് കുതിച്ചുയരുമെന്നാണ് പണ്ഡിതന്മാർ നമുക്കത് പഠിപ്പിച്ചു തരുന്നത്. അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും അത് പതിവാക്കിയെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഞാനിത് ക്ലാസ് എടുക്കുന്നു, പ്രസംഗിക്കുന്നു, എന്നിട്ട് ഞാൻ ഈ തസ്ബീഹ് പതിവാക്കിയില്ലെങ്കിൽ അതിന്റെ പ്രതിഫലം എനിക്ക് ലഭിക്കില്ല. ക്ലാസ് എടുത്തു എന്നതിന്റെ പേരിൽ ആ പ്രതിഫലം ലഭിക്കില്ല. പ്രസംഗിച്ചു എന്നതിന്റെ പേരിൽ ആ പ്രതിഫലം ലഭിക്കില്ല. കിതാബുകളിൽ കണ്ട് നമ്മൾ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അതിന്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ, അത് ചെയ്താൽ ഇന്ന പ്രതിഫലം ഉണ്ടെന്ന് പറയുമ്പോൾ ആ പ്രതിഫലം ലഭിക്കണമെങ്കിൽ അത് നമ്മൾ പതിവാക്കണം, എങ്കിലേ അത് ലഭിക്കുകയുള്ളൂ. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാർ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഈ തസ്ബീഹിനെ കുറിച്ച് പറഞ്ഞത്, ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല സമ്പത്തുണ്ടാകും. അത് ഹലാലായ സമ്പത്താണ് നമുക്ക് ലഭിക്കേണ്ടത്. ഹലാലായ സമ്പത്തുണ്ടാകും. സമ്പത്ത് പല മാർഗങ്ങളിലൂടെയും സംഘടിപ്പിക്കാൻ പലർക്കും പറ്റും. പലരുടെയും സമ്പത്തെടുത്ത് നമ്മൾ പരിശോധിച്ചാൽ, അവരുടെ സമ്പത്തിന്റെ ഉറവിടങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം, ഒന്നുകിൽ 90% ഹറാമായ സമ്പത്താണ്, അതല്ലെങ്കിൽ 50% ഹറാമായ സമ്പത്താണ്, അതല്ലെങ്കിൽ ചുരുങ്ങിയത് 25% ഹറാമായ സമ്പത്തായിരിക്കും. മറുപടി പറയേണ്ടി വരും, പരലോകത്ത് മറുപടി പറയേണ്ടി വരും, രക്ഷയില്ല. അള്ളാഹുവിന്റെ മുന്നിൽ ഇതിനൊക്കെ മറുപടി പറയാതെ രക്ഷപ്പെടാൻ സാധ്യമാവുകയില്ല. എന്നാൽ ഹലാലായ സമ്പത്ത് നമുക്ക് ലഭിക്കാൻ മഹാന്മാർ പഠിപ്പിച്ചു തന്ന ഒരു തസ്ബീഹാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് ചെയ്യേണ്ടത് സുബഹി ബാങ്ക് കൊടുത്തതിന് ശേഷം നമ്മൾ സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പായിട്ടാണ് ഇത് ചൊല്ലേണ്ടത്. 100 പ്രാവശ്യം ചൊല്ലണം. അതായത് സുബഹി ബാങ്ക് കൊടുത്തു, സുബഹിയുടെ സുന്നത്ത് നമ്മൾ 2 റക്അത്ത് നിസ്കരിച്ച് അവിടെ ഇരുന്നു കൊണ്ട് 100 പ്രാവശ്യം ഈ തസ്ബീഹ് ചൊല്ലണം. എന്നിട്ട് നമ്മൾ സുബഹി നിസ്കരിക്കണം. അതായത് സുബഹിയുടെ ബാങ്കിന്റെയും സുബഹി നിസ്കാരത്തിന്റെയും ഇടയിലായിട്ടാണ് ഇത് ചൊല്ലേണ്ടത്. നമ്മുടെ പള്ളികളിൽ സുബഹി നിസ്കരിക്കാൻ ജമാഅത്തിന് പോകുന്നവരാണെങ്കിലും അവർക്ക് ചൊല്ലാൻ പറ്റും. കാരണം പള്ളിയിൽ ബാങ്ക് കൊടുത്തു കഴിയുമ്പോൾ സുന്നത്ത് നിസ്കരിച്ച് അവിടെ ഇരിക്കുക, അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞാണ് മിക്ക പള്ളികളിലും ജമാഅത്ത് തുടങ്ങുന്നത്. സുബഹിയുടെ ജമാഅത്ത് ആരംഭിക്കുന്നത് അരമണിക്കൂർ കഴിഞ്ഞാണ്. അപ്പോൾ ചൊല്ലാൻ പറ്റും. 100 പ്രാവശ്യമാണ് ഞാൻ ഈ പറഞ്ഞ തസ്ബീഹ് ചൊല്ലേണ്ടത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കത് സ്ക്രീനിൽ കാണാം. അതെല്ലാവരും എഴുതിയെടുക്കണം, പഠിക്കണം, ചൊല്ലണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ തസ്ബീഹ് ഇതാണ്: സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം അസ്തഗ്ഫിറുല്ലാഹ്. ഇങ്ങനെ ചൊല്ലണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന് നമ്മൾ ചൊല്ലാറുണ്ട്. അതുപോലെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നമ്മൾ ചൊല്ലാറുണ്ട്. ഇത് ചൊല്ലേണ്ട ഈ ടൈമിൽ, ഞാൻ ഈ പറഞ്ഞ ടൈമിൽ തന്നെയാണ് ചൊല്ലേണ്ടത്. അത് ഈ തസ്ബീഹും ഈ ഇസ്തിഗ്ഫാറും കൂടി ഒരുമിച്ചാണ് ചൊല്ലേണ്ടത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 100 പ്രാവശ്യം ഈ തസ്ബീഹ് നമ്മൾ ചൊല്ലണം. ഇൻഷാ അല്ലാഹ് നമുക്ക് സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകും, നമ്മുടെ വിഷമങ്ങൾ മാറും, ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മാറും. ഇത് ചൊല്ലി ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഐശ്വര്യം നൽകുമാറാകട്ടെ. സാമ്പത്തികമായി വിഷമിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ.
അള്ളാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അവർക്ക് സാമ്പത്തികമായി അഭിവൃദ്ധി അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെ നഈമി വിഷൻ എന്ന ഈ ചാനലിൽ വരുന്ന ക്ലാസുകൾ കേൾക്കുകയും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും സന്തോഷവും നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.